ഹായ് ഫ്രണ്ട്സ്, നമുക്ക് ഇന്നൊരു പുതിയ ഡിസൈൻ നോക്കാം. ഇതിനായിട്ട് വേണ്ടത് എംബ്രോയ്ഡറി ത്രെഡ് മാത്രമേ നമ്മൾ യൂസ് ചെയ്യുന്നുള്ളൂ. അത് ഒരു 3 കളർ യൂസ് ചെയ്യുന്നുണ്ട്. വൈറ്റ്, റെഡ് ആൻഡ് ബ്ലൂ 3 കളർ യൂസ് ചെയ്യുന്നുണ്ട്. ഞാനതിൻ്റെ പാറ്റേൺ ഒന്ന് കാണിച്ചു തരാം. ഇങ്ങനെയാണ് അതിൻ്റെ പാറ്റേൺ വരുന്നത്. താഴേന്ന് നമുക്ക് ഒന്നുകിൽ നെക്ക് പോർഷനിൽ നിന്ന് ഒരല്പം താത്തിയോ അല്ലെങ്കിൽ വേസ്റ്റ് ലൈനിന് എബോവ് ആയിട്ടോ അങ്ങനെ ഈ ഡിസൈൻ ചെയ്യാം. ഇത് താഴെയുള്ള ഭാഗം എപ്പോഴും ഒരേ നിരയിൽ വരണം. എന്നിട്ട് ഈ താഴെ ഭാഗത്തായിട്ടൊരു ഫ്രഞ്ച് നോട്ട് വരും. അതുപോലെ തന്നെ ഇനി മുകളിലോട്ട് ഇങ്ങനെ ബ്രാഞ്ചസ് പോലെ 2 സൈഡിലോട്ടും പോകുന്നുണ്ട്. അതിൽ ഒരെണ്ണം വലുതും ഒരെണ്ണം ചെറുതുമായിരിക്കും. എന്നിട്ട് അതിൻ്റെ 2 സൈഡിലോട്ടും ചെറിയ ചെറിയ ബ്രാഞ്ചസ്, അങ്ങനെ ഒരു പാറ്റേണിലാണ് ഈ ഡിസൈൻ വരുന്നത്. പിന്നെ ഇതിൻ്റെ ഇടയ്ക്കിടയ്ക്കായിട്ട് മൾട്ടി കളറിൽ നമ്മൾ ഫ്രഞ്ച് നോട്ട് ചെയ്യുന്നുണ്ട്. അപ്പം നമുക്ക് ഈ വർക്ക് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ആദ്യം നമുക്ക് വരച്ചെടുത്ത ഭാഗത്ത് വൈറ്റ് കളറിൽ സ്റ്റെം സ്റ്റിച്ചാണ് ചെയ്യുന്നത്. സ്റ്റെം സ്റ്റിച്ച് എന്ന് പറയുമ്പോഴത്തേക്കും ഒന്ന് ഇങ്ങനെ കുത്തിയെടുക്കുക, എന്നിട്ട് ഒരല്പം അകലത്തിൽ അടുത്തത് കുത്തിയെടുക്കുക. അങ്ങനെ ഒരു പാറ്റേണിലാണിത് പോകുന്നത്. ഒരല്പം അകലം വിട്ട് അടുത്തത്. ഇങ്ങനെ സ്റ്റെം സ്റ്റിച്ച് ഒന്നിടവിട്ട് ഇങ്ങനെ കുത്തിയെടുക്കുക. ഒരല്പം അകലെ വിട്ട് ഇങ്ങനെ സ്റ്റെം സ്റ്റിച്ച് ചെയ്തെടുക്കുക. എല്ലാത്തിൻ്റെയും ബ്രാഞ്ചസിൻ്റെ അവിടെ വരുന്നത് വൈറ്റ് കളറാണ്. വൈറ്റ് കളർ കൊടുത്തിട്ട് നമ്മൾ ഇങ്ങനെ ഒരിടത്ത് റെഡ് കൊടുക്കുകയാണെങ്കിൽ അടുത്ത ഗ്രീൻ, അങ്ങനെ ഒരു ഓൾട്ടർനേറ്റ് ആയിട്ട് നമുക്ക് ബ്ലൂ കളർ കൊടുക്കാം. നമുക്ക് ഓരോ സൈഡിലോട്ടുള്ള ബ്രാഞ്ചസ് ഇങ്ങനെ തയ്ച്ചു കൊടുക്കാം. അതുപോലെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരെ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്തിട്ട് ആ ഒരു ബെൽ ബട്ടൺ കൂടി ഒന്ന് എനേബിൾ ചെയ്താലേ ഞാനിടുന്ന വീഡിയോസിൻ്റെയൊക്കെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് കറക്റ്റായിട്ട് കിട്ടത്തുള്ളൂ. സിമ്പിളായിട്ടുള്ള എന്നാൽ ചെയ്ത് വരുമ്പോഴത്തേക്കും നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടിരിക്കുന്ന ഒരു ഡിസൈനാണിത്. ഇതുപോലെ തന്നെ നമുക്കിനി അടുത്ത സൈഡിൽ നമുക്ക് റെഡ് കൊടുക്കാം. നമ്മൾ മുമ്പേ ചെയ്ത പോലെ തന്നെ ആദ്യം മിഡിൽ ഭാഗത്തായിട്ട് കുത്തിയെടുക്കുക. മിഡിൽ ഭാഗത്ത് കുത്തിയെടുത്തിട്ട് ഇങ്ങനെ താഴോട്ടേക്ക് 2 സൈഡിലോട്ട്
അതുപോലെ തന്നെ നമുക്കിനി ചെയ്യാനുള്ളത്, നമ്മൾ ഈ ചെയ്ത് വരുന്ന ഈ ഫ്ലവറിൻ്റെ മുകളിലായിട്ട് ഒരു 3 ഫ്രഞ്ച് നോട്ട് വരുന്നുണ്ട്. അത് വൈറ്റ് കളറിൽ തന്നെയാണ് ചെയ്യുന്നത്. ഈ സ്റ്റെം സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് 6 സ്ട്രാൻഡ്സിൻ്റെ ഒരു ലെയർ എടുത്തുള്ളൂ. ഈ ഫ്രഞ്ച് നോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് 6 സ്ട്രാൻഡ്സിൻ്റെ 2 ലെയർ ഞാൻ എടുക്കുന്നുണ്ട്. ഇങ്ങനെ 1 2 റോൾ എടുക്കുക. എന്നിട്ട് നമ്മൾ ആ കുത്തിയെടുത്തതിനെ ഒരൽപ്പം മാറ്റി താഴോട്ടാക്കിയിട്ട് ഈ മുകളിലുള്ള നൂലെ പിടിച്ചുകൊണ്ട് താഴോട്ടേക്ക് വയ്ക്കുക. അതുപോലെ തന്നെ ഇതിൻ്റെ 2 സൈഡിലും വരും. സെയിം രീതിയിൽ നൂലെ പിടിച്ചുകൊണ്ട് ചെയ്യുക. ഇതുപോലെ തന്നെ സെയിം രീതിയിൽ നമ്മൾ ഈ ഏതൊക്കെയാണോ ഈ സ്റ്റെമ്മും ബ്രാഞ്ചുമായിട്ട് ചെയ്യുന്നത് അതിൻ്റെ എല്ലാ ഭാഗത്തും ഏറ്റവും താഴ്ഭാഗത്തായിട്ട് ഓരോ റെഡ് കളറിലും നമ്മൾ ഈ ഫ്രഞ്ച് നോട്ട് കൊടുക്കുന്നുണ്ട്. അത് ഈ സെയിം മെത്തേഡ് തന്നെ നമ്മൾ ഈ കളറൊന്ന് ചേഞ്ച് ചെയ്തെന്നേ ഉള്ളൂ. രണ്ട് റോൾ എടുത്തിട്ടുണ്ട്. എന്നിട്ട് താഴോട്ട് നീക്കി കുത്തി മുകളിലുള്ള നൂല് വലിച്ചു പിടിച്ച് വേണം താഴോട്ടേക്ക് വലിക്കാൻ. ഇങ്ങനെ കിട്ടും നമുക്കപ്പോൾ. ഇത് ഫുള്ള് വർക്ക് നമുക്ക് കംപ്ലീറ്റ് ചെയ്യാം. കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ഈ ഗ്യാപ്പ് ഉള്ളിടത്തെല്ലാം ഇതുപോലെ ഓരോ കളറിൽ ഫ്രഞ്ച് നോട്ട് വരും. നമ്മുടെ വർക്ക് കംപ്ലീറ്റ് ആയി. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു സോ മച്ച്.